Hi friends, welcome to Smilaskitchen. ഇന്നത്തെ റെസിപ്പി നമ്മളെ ദോശക്കെല്ലാം പറ്റുന്ന ഗോതമ്പ് ദോശ, സാധാരണ നമ്മളെ ദോശ ഇതുണ്ടാവില്ലേ, അരി ദോശയിലില്ലേ, അതിനെല്ലാം പറ്റുന്ന ചപ്പാത്തീൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ ടൊമാറ്റോ കറിയാണ്. നമുക്കൊന്ന് കാണാം. ആദ്യം ഒരു കടായി എടുക്കുക. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എന്നിട്ട് 2 സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു വെക്കുക. അരിഞ്ഞിട്ടിടുക. പിന്നെ പച്ചമുളക് 2, പിന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, മുളക് പൊടി കാശ്മീർ മുളക് പൊടിയാണ്, അത് 1.5 ടീസ്പൂണ്. അതെല്ലാം ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് വരുമ്പോൾ തക്കാളി ഒരു 5 എണ്ണം ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ട് മെല്ലനെ ഒന്ന് സ്റ്റിയർ ചെയ്യുക. സ്റ്റിയർ ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കണേ. ഒന്ന് ഇളക്കിയതിന് ശേഷം ലിഡിട്ട് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സ്ലോ ഫയറിൽ വേവിക്കുക. അപ്പോഴത്തേക്കൊന്ന് സോഫ്റ്റ് ആവും. അതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം അതിലോട്ടേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ അതിൻ്റെ മുകളിലോട്ടേക്ക് ഇടുക. എന്നിട്ട് ലിഡ് അടച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ മീഡിയം ഫയറിലാവട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം കുറുകി നല്ല തിക്കായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ചിട്ട് വേണം. പിന്നെ ഉപ്പ് വേണമെങ്കിൽ മാത്രം ഉപ്പ് കുറച്ച് വേണമെങ്കിൽ ഇടുക. ലാസ്റ്റ് കരിവേപ്പില കുറച്ച് ഇടുക. നല്ലോണം ഒന്ന് വറ്റി വരകി വരുമ്പോൾ കരിവേപ്പില ഇട്ടിട്ട് 1 മിനിറ്റ് വേവിക്കുക. അത് കഴിഞ്ഞ ശേഷം പശു നെയ്യ് ഒരു 1/2 ടീസ്പൂൺ അതിൻ്റെ മുകളിലോട്ടേക്കും കൂടി ഇടണേ. അപ്പോഴത്തേക്ക് ഇത് നല്ല വരണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൂട്ടി എടുത്ത് ചെയ്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് തിക്നെസ് ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. അത് മമ്മി എന്നും ഉണ്ടാക്കി തരുന്ന ഒരു ടൊമാറ്റോ കറിയാണ് ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനിത് ഷെയർ ചെയ്തത് കേട്ടോ. ഇപ്പോൾ നല്ല ഗോതമ്പ് ദോശേൻ്റെ കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ എല്ലാം കിട്ടുന്ന ഒരു നല്ലൊരു ഡിഷാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നല്ല ചൂടോടെ ഗോതമ്പ് ദോശയും തക്കാളി കറിയും നോക്കിയട്ടെ, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്ത ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.